നമസ്കാരം. എങ്ങും രാമനാമങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുത്തി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ഋഷിമാരുടെ ജീവിതം അതുപോലെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയവരാണ് രഘുവംശ ചക്രവർത്തിമാർ. കാളിദാസന്റെ രഘുവംശ കൃതിയിൽ നിന്ന് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാം. മുനിവൃത്തിയായിരുന്നു അവരുടെ ജീവിതസാരം. ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈ ശ്രുത എന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡം 1-ാം സർഗം ശ്രീരാമനെ പരിചയപ്പെടുത്തുന്നു. രഘുവംശത്തിലെ പൂർവികനായിരുന്ന ഇക്ഷ്വാകുവിൻ്റെ പേരിൽ ഇവിടെ ശ്രീരാമൻ്റെ വംശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ആരായിരുന്നു ഇക്ഷ്വാകു എന്നും അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്നും ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗ പാരമ്പര്യം വെളിപ്പെടുത്തിക്കൊണ്ട് അർജുനനോട് പറയുന്നു, ഈ യോഗം ഞാൻ ആദിയിൽ സൂര്യന് ഉപദേശിച്ചു. സൂര്യൻ തൻ്റെ പുത്രനായ വൈവസ്വത മനുവിന് ഉപദേശിച്ചു. മനു സ്വപുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇങ്ങനെ പരമ്പരാപ്രാപ്തമായ ഈ യോഗം രാജഋഷിമാർ അറിഞ്ഞാചരിച്ചു വന്നു എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. സ്മൃതൗ ശാസ്ത്രേ വൈദ്യേ ശകുനകവിതാഗാനഭണിതൗ
पुराणे मन्त्रे वा स्तुतिनटनहास्येष्वचतुरः कथं राज्ञां प्रीतिर्भवति मयि कोऽहं पशुपते पशुं मां सर्वज्ञ प्रथितकृपया पालय विभो. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. കൃപാലു ഒരാളെ രക്ഷിക്കാനോ പാലിക്കാനോ മറ്റ് മാനദണ്ഡങ്ങൾ ഒന്നും നോക്കാറില്ല. അല്ലാത്തവർ രക്ഷിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നോക്കാറുണ്ട്. രക്ഷണവും പാലനവും തമ്മിൽ വ്യത്യാസമുണ്ട്. രക്ഷണം ഏകകാലമാണ്. പാലനമെന്നത് തുടർ പ്രക്രിയയാണ്. അത്യന്തം കൃപ കൊണ്ട് പ്രസിദ്ധനായ ഭഗവാനിൽ എന്നെ പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 5-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ലൗകിക തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് സ്തുതിക്കുന്നത് അഥവാ പ്രാർത്ഥിക്കുന്നത്. പറയുകയാണ്, സ്മൃതിയിൽ ഞാൻ നിപുണനല്ല. മഹാഭാരതം, രാമായണം, 18 പുരാണങ്ങൾ, മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങൾ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി ഇത്യാദി, അങ്ങനെയുള്ള സ്മൃതികളിലൊക്കെ നിപുണന്മാരായവർ വിദ്വാൻമാരായിട്ട് അംഗീകരിക്കപ്പെടുകയും രാജസഭകളിൽ അവർക്ക് പണ്ഡിത പദവി ലഭിക്കുകയും ചെയ്യും. അതുപോലെ പ്രത്യേകിച്ച് നിയമഗ്രന്ഥങ്ങളിൽ നിഷ്ണാതന്മാരായവർക്ക് രാജസഭയിൽ അങ്ങനെയുള്ള നിയമ വിദഗ്ധന്മാരെന്ന ജോലി കിട്ടും. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പരാശര സ്മൃതി, അങ്ങനെയൊക്കെയുള്ള സ്മൃതികളിൽ നിപുണന്മാരായവർ, പാരസ്കരൻ, ഗോഭിലൻ, അങ്ങനെയൊക്കെയുള്ള സ്മൃതികാരന്മാർ. അതിലൊന്നും ഞാൻ ചതുരനല്ല. അതുപോലെ ശാസ്ത്രങ്ങളിൽ, ശാസ്ത്രം എന്ന് പറയുമ്പോൾ വായന നിരീക്ഷണമാകട്ടെ, സംഖ്യാശാസ്ത്രമാകട്ടെ, അല്ലെങ്കിൽ വേദ അംഗങ്ങളാവട്ടെ, ഉപവേദങ്ങളാവട്ടെ, അതുമല്ലെങ്കിൽ കലകളോട് ബന്ധപ്പെട്ട ശാസ്ത്രമാകട്ടെ, അതിലൊക്കെ നിപുണന്മാരായവർക്ക് നല്ല പ്രസിദ്ധി ഉണ്ടാവും, രാജസഭകളിൽ അംഗീകാരം ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. ഞാൻ അതിലും നിപുണനല്ല. വൈദ്യശാസ്ത്രത്തിൽ നിപുണനായാൽ അപ്പോഴും സുഖമായി ജീവിക്കാനുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാവും. പോരെങ്കിൽ രാജസഭയിലൊക്കെ അംഗീകരിക്കപ്പെടും, രാജാക്കന്മാർ ബഹുമാനിക്കും. അതുപോലെ ശകുന കവിതാഗാനഭണിതവും, ശകുനശാസ്ത്രം, പ്രത്യേകം നിമിത്തങ്ങൾ, അപ്പോൾ ആ നിമിത്തങ്ങളുടെ ഫലം പറയുന്ന ശാസ്ത്രം, നിമിത്തശാസ്ത്രം, അങ്ങനെയുള്ളവർക്കും രാജ്യസഭകളിൽ അംഗീകാരം ഉണ്ടാവും, സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവും, വരുമാനം കിട്ടും. അതിലും ഞാൻ നിപുണനല്ല. കവിതാരചന, അപ്പോൾ കവികൾ വലിയ വലിയ കവികളാകുമ്പോൾ അവർ തീർച്ചയായിട്ടും സമൂഹത്തിലും രാജ്യസദസ്സിലുമൊക്കെ ബഹുമാനിക്കപ്പെടും. രാജാവിൻ്റെ വിദ്വൽ സദസ്സിൽ കവികൾക്കെല്ലാം സ്ഥാനമുണ്ടാകും. അതുപോലെയാണ് ഗാനഭണിതി. ഭണിതി എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായി പറയുകയാണ്. അപ്പോൾ പാടുക എന്ന് ഇവിടെ അർത്ഥമെടുക്കാം. അപ്പോൾ സംഗീതജ്ഞന്മാർക്ക് വലിയ ആദരവുണ്ടാവും, രാജസഭകളിൽ സ്വീകാര്യതയുണ്ടാവും. അതുപോലെ പുരാണേ മന്ത്രേവ, പുരാണത്തിലാവട്ടെ, പുരാണം 18 പുരാണങ്ങളാവാം, അല്ലെങ്കിൽ വ്യത്യസ്ത പുരാവൃത്തങ്ങളെ പറയുക എന്നുള്ളത്, വളരെ ചമൽക്കാരങ്ങളൊക്കെ കൂട്ടി കഥാകഥനത്തിൻ്റെ വിശേഷതകളെല്ലാം ചേർത്ത് പുരാണാഖ്യാനങ്ങൾ ചെയ്യുക, പുരാവൃത്തങ്ങൾ പറഞ്ഞ് സഞ്ചരിക്കുക സമൂഹത്തിൽ. മന്ത്രേവ അല്ലെങ്കിൽ മന്ത്രവിദ്യ, മന്ത്രോപദേശങ്ങൾ നൽകുക. അതുപോലെ പ്രത്യേകം രഹസ്യോപദേശങ്ങൾ, അതും മന്ത്രമാണ്. ജനങ്ങൾക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാനുള്ള മന്ത്രോപദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ മാർഗദർശനം, ജീവിതത്തിൽ ആവശ്യമായ മാർഗദർശനം നൽകുക, അതൊക്കെ മന്ത്രശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. അതുപോലെ സ്തുതികൾ, സ്തോത്രങ്ങൾ പാടുക, ഭജനകൾ, കീർത്തനങ്ങളൊക്കെ പാടുക. നടനം, ഡാൻസ്, നൃത്തം, അതുപോലെ നാടകം തുടങ്ങിയവയിൽ അഭിനയിക്കുക, നടന്മാരാവുക, നൃത്തം ചെയ്യുക. ഹാസ്യം,
നല്ല ഹാസ്യ നടന്മാരാവുക, ഹാസ്യ പ്രതിപാദനം ചെയ്യാൻ കഴിയുക, സമൂഹത്തിൽ ഹാസ്യം പറയുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതായ അഭിനയങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ടാവുക. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ചില കഴിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ലോക ജീവിതത്തിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല അതുകൊണ്ട് രാജാക്കന്മാരുടെ പ്രീതി ഉണ്ടാവും. രാജാവിൻ്റെ പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ? അവർക്കെല്ലാ അംഗീകാരവും വരും, സാമ്പത്തിക ലാഭം വരും, സമൂഹത്തിൽ സുസ്ഥിതി വരും. എന്നാൽ ഇതൊന്നും എനിക്കില്ല, ഞാനിതിലെല്ലാം അചതുരനാണ്, അസമർത്ഥനാണ്, ഈ കഴിവുകൾ ഈ മികവുകളൊന്നും എനിക്കില്ല എന്നിരിക്കെ കഥം രാജ്ഞാം പ്രീതിർഭവതി. പിന്നെ എങ്ങനെ എനിക്ക് രാജാക്കന്മാരുടെ പ്രീതി ഉണ്ടാവുക? ഉണ്ടാവില്ല എന്നർത്ഥം. കോഹം, ഞാൻ ആര്? ഈ വക കഴിവുകൾ മികവുകൾ ഒന്നും ഇല്ലാത്തവനാണ് ഞാൻ. എങ്കിലും ഹേ പശുപതേ, അല്ലയോ പശുപതേ, സകല പശുക്കൾക്കും നാഥനായിട്ടുള്ളവനെ, പതിയായിട്ടുള്ളവനെ, മാം പശും പാലയാ, ഞാനാകുന്ന പശുവെ രക്ഷിച്ചാലും പാലിച്ചാലും. എനിക്ക് മറ്റു മികവുകളില്ല, രാജാക്കന്മാരാൽ ഞാൻ അംഗീകരിക്കപ്പെടുകയുമില്ല. എന്നാൽ നീ എന്നെ രക്ഷിക്കണേ, കാരണം ഞാനൊരു പശു മാത്രമാണ്, ബന്ധിക്കപ്പെടുന്നവനാണ്, പാശബദ്ധനാണ് പശു. അപ്പോൾ പല വിഷയങ്ങളാൽ ബന്ധിക്കപ്പെടുന്നതായ എന്നെ ഹേ പശുപതേ, അല്ലയോ ഭഗവാനെ പശുപതേ, നീ പശുപതിയല്ലേ, പാലയാ, രക്ഷിക്കണമേ, പാലിക്കണമേ. എന്തിന് പാലിക്കണം എന്നാണെങ്കിൽ പ്രഥിത കൃപയാ, പ്രസിദ്ധമായ കൃപ കൊണ്ട്. അങ്ങ് അത്യന്ത കൃപാലുവാണെന്നുള്ളത് പ്രസിദ്ധനാണല്ലോ. കൃപാലു ഒരാളെ പാലിക്കാനോ രക്ഷിക്കാനോ മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാറില്ല. അല്ലാത്തവരെ രക്ഷിക്കുന്നതിന് പാലിക്കുന്നതിന് പലപ്പോഴും പല മാനദണ്ഡങ്ങൾ നോക്കിയെന്ന് വരും. ആരാണ് അയാൾ, അയാൾക്കെന്ത്, രക്ഷിക്കപ്പെടാൻ എന്താണ് യോഗ്യത എന്നൊക്കെ പലതും ചിന്തിച്ചെന്ന് വരും. പക്ഷേ കൃപാലുക്കൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. അവർ രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും, പാലിക്കേണ്ടവരെ പാലിക്കും. ഇപ്പോൾ രക്ഷണവും പാലനവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം, രക്ഷണം ഏകകാലമാണ്, പാലനം എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ്. ഒരാപത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യമാണ്. എന്നാൽ പാലനം അങ്ങനെയല്ല, പാലനം തുടർ പ്രക്രിയയാണ്. അതുകൊണ്ട് ഹേ പശുപതേ, എന്നെ പാലിക്കണമേ. ഹേ വിഭോ, അങ്ങ് എല്ലാം നൽകുന്നവൻ അങ്ങല്ലേ. പോരെങ്കിൽ ഹേ സർവജ്ഞ, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ, അങ്ങ് എന്നെ പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് 5ാമത്തെ ശ്ലോകം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഈശ്വരനെ എപ്പോഴും സ്മരിക്കുന്നവരിൽ ഭഗവാന്റെ കരുതൽ സദാ ഉണ്ടായിരിക്കും. നമ്മളിൽ മിക്കവരും ദുഃഖം വരുമ്പോഴാണ് ഈശ്വരനെ സ്മരിക്കുന്നത്. സുഖത്തിലായിരിക്കുമ്പോൾ മറക്കുകയും ചെയ്യും. ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ ഈശ്വരനെ ഓർക്കുന്നവർക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ലഭിക്കും. ഈശ്വര ചിന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രഹ്മചാരിണി അമൃതചൈതന്യ സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഓം അമൃതേശ്വരേ നമഃ. യൈസ്തു ഭക്ത്യാ സ്മൃതാനൂനം തേഷാം വൃദ്ധി പ്രജായത്തെ. യേ ത്വാം സ്മരന്തി ദേവേശി രക്ഷസേ താൻ ന സംശയഃ. ഈശ്വരിയായ ദേവിയെ ഭക്തിയോടെ ഓർമ്മിക്കുന്നവർ തീർച്ചയായും വിജയിക്കും. അവിടുത്തെ ഓർക്കുന്നവരെ എല്ലാം അവിടുന്ന് സംരക്ഷിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അമ്മ പറയുന്നു, ഇപ്പോൾ ആളുകൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ദുഃഖം വരുമ്പോഴാണ്. സന്തോഷവും ദുഃഖവും വരുമ്പോൾ ഒരുപോലെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതൊരു കഷ്ടപ്പാടായി നമുക്ക് തോന്നുകയില്ല. തുറന്ന മനസ്സോടെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ച് കണ്ണുനീർ, പ്രേമത്തിൻ്റെ കണ്ണുനീർ ഈശ്വരന് വേണ്ടി ഒഴുക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹനുമാൻ ലങ്കയുടെ എല്ലാ മുക്കും മൂലയും തപ്പിക്കഴിഞ്ഞു, എല്ലാ കൊട്ടാരത്തിലും തേടിക്കഴിഞ്ഞു, എല്ലാ ഒളി സങ്കേതങ്ങളും കയറിയിറങ്ങി അന്വേഷിച്ചു കഴിഞ്ഞു. എന്നാലും സീതാദേവിയുടെ ഒരു അടയാളം പോലും ലഭിച്ചില്ല. ഹനുമാൻ വല്ലാതെ അസ്വസ്ഥനായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കടുത്ത ആശങ്കകളാകുന്ന മേഘങ്ങൾ ഹനുമാന്റെ മനസ്സിനെ മൂടി. എന്ത് നടന്നിരിക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി.
സീതയെ രാവണൻ ഭക്ഷിച്ചുവോ? ഒരിക്കലും സീത വഴങ്ങില്ല എന്നുള്ളത് കാരണം? അതോ ഇത്രയും കാലമായി രാമനിൽ നിന്നുള്ള വേർപാട് താങ്ങാനാവാതെ സീത സ്വയം ജീവൻ എടുത്തുവോ? ഹനുമാൻ നിലത്തിരുന്നു. തോൽവിയുടെ അനന്തരഫലങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. ആയിരക്കണക്കിന് കുരങ്ങന്മാർ വിജയശ്രീലാളിതനായ ഹനുമാൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നു. സീതാദേവിയെ കണ്ടുപിടിക്കാനാവാതെ ഹനുമാൻ ലങ്കയിൽ നിന്നും തോറ്റുമടങ്ങുകയാണെങ്കിൽ അത് അവരെയും മരണത്തിലേക്ക് നയിക്കും. ആ വാനര സൈന്യം നശിച്ചു എന്നറിയുമ്പോൾ സുഗ്രീവനും സ്വന്തം ജീവനെടുക്കും. രാമനോടുള്ള സത്യം പാലിക്കുവാൻ ആയില്ല എന്നുള്ള ദുഃഖത്തിൽ. അതോടുകൂടെ ഭഗവാൻ രാമനും സീതയെ വീണ്ടെടുക്കാമെന്നുള്ള മോഹം വെടിഞ്ഞ് മുന്നോട്ട് ജീവിക്കാനാകാതെ വരും. ശ്രീരാമൻ്റെ ദേഹവിയോഗം അയോധ്യയിലെ എല്ലാവരുടെയും മരണത്തിന് കാരണമാകും. ഇങ്ങനെ എല്ലാം ദുഃഖിച്ച് ചിന്തിച്ച് വേദനിച്ച് ഹനുമാൻ സ്വയം ജീവനെടുക്കുവാൻ തീരുമാനിക്കുന്നു. ഇനി മുന്നോട്ട് പോകുവാനുള്ള വഴി കാണാതെ ഹനുമാൻ ശ്രീരാമൻ്റെ നാമങ്ങളിൽ ശരണം അടയും. ശ്രീരാമൻ്റെ നാമങ്ങൾ ആർദ്രതയോടെ, ഭക്തിയോടെ, തീവ്രതയോടെ ഭജിക്കുവാൻ തുടങ്ങും. രാമ രാമ എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നേരം പെടുന്നനെ ഒരു കാര്യം സംഭവിക്കും. കറുത്ത മേഘങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ചന്ദ്രൻ പുറത്തേക്കെത്തി നോക്കും. ആരാണ് രാമൻ്റെ നാമങ്ങൾ മന്ത്രിക്കുന്നതെന്ന് അറിയുവാനെന്ന പോലെ. ആ ചന്ദ്രരശ്മികൾ വളരെ സുന്ദരമായ ഒരു ഉദ്യാനം ഹനുമാൻ്റെ കണ്ണിൽപ്പെടുത്തും. ഹനുമാൻ്റെ ഹൃദയം തുടിക്കും. ലങ്കയിൽ എല്ലാ ദിക്കിലും ഹനുമാൻ സീതയെ തേടി അലഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സുന്ദരമായ ഉദ്യാനം ഹനുമാൻ കണ്ടെത്തിയേയില്ല. ചന്ദ്രകിരണങ്ങളുടെ പ്രഭാവത്തിൽ ഹനുമാൻ ശ്രദ്ധയോടെ ആ ഭാഗത്തേക്ക് നോക്കും. എന്തൊരു സുന്ദരമായ ഉദ്യാനം! ഇവിടെ ആയിരിക്കാം സീതാദേവിയെ രാവണൻ തടങ്കലിൽ വച്ചിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിൽ ആശ ഉദിക്കുകയും ചാടി എഴുന്നേറ്റ് തോട്ടത്തിലേക്ക് ഓടുകയും ചെയ്യും ഹനുമാൻ. ആ ചന്ദ്രകിരണങ്ങൾ ഹനുമാനെ സീത ഇരിക്കുന്ന അശോകവനത്തിൻ്റെ ഉള്ളിൽ എത്തിക്കും. ഒരു പ്രഭാവലയത്തിനുള്ളിൽ സീത ഇരിക്കുന്നത് ഹനുമാൻ കാണും. മുന്നോട്ട് പോകാൻ വേറെ മാർഗമില്ലാതെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഒരു വലിയ വെളിച്ചമാണ്. നമ്മുടെ മനസ്സിലെ നിരാശയുടെ ആഴങ്ങളിലേക്ക് കടന്നു കയറുന്ന ശക്തമായ വെളിച്ചം. ഹനുമാൻ അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ എവിടെയും എത്താതെ അവസാനിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ പ്രാർത്ഥന ഒരു പുതിയ വഴി തുറന്നു കൊടുത്തു. ആ ചന്ദ്രരശ്മികൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവചൈതന്യത്തിൻ്റെ വെളിച്ചമാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉള്ളിലേക്ക് തിരിയുന്നു. ആ ചൈതന്യവുമായി ഒന്നായി ചേരുന്നു. അമ്മ പറയുന്നു, ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും വാതിൽ പുറത്ത് കാത്തു നിൽക്കുകയാണ്, ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ക്ഷണിക്കാതെ തന്നെ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏത് രൂപത്തിൻ്റെ പിന്നിലും എന്തിലും ഏതിലും ഈശ്വരൻ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് സ്വയം നമുക്ക് വെളിപ്പെടുത്തി തരില്ല. വിളിച്ചാൽ മാത്രമേ നമ്മൾ ആ സാന്നിധ്യം അറിയുകയുള്ളൂ. പ്രാർത്ഥനയാണ് ആ ക്ഷണക്കത്ത്. പ്രാർത്ഥനയിലൂടെ നമ്മൾ വിളിക്കണം. മന്ത്രജപത്തിലൂടെ, ഭജനയിലൂടെ, ഇതെല്ലാം ക്ഷണക്കത്തുകളാണ്. ഈശ്വര സാന്നിധ്യം ഉണരുവാനുള്ള ക്ഷണക്കത്തുകൾ. നാം യഥാർത്ഥത്തിൽ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ഉണരുവാനുള്ള ഒരു ഉപാധിയാണ്. നമ്മൾ ലോകത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ ചൈതന്യവുമായി ട്യൂൺ ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ മനസ്സിൽ വെളിച്ചം വരുന്നു. ഉള്ളിലെ ഇരുട്ട് അകലുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പങ്കുവയ്ക്കട്ടെ. മേധിനി മിഡിൽ ഈസ്റ്റിലാണ് ജനിച്ചത്. അവൾ ഒരു കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ അമ്മ അവളെ കൈ ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷിച്ചു. ഇപ്പോഴും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പ് കഷ്ണങ്ങളുണ്ട്. മേധിനി ഓർക്കുന്നു ഭീതിയുടെ ആ നാളുകൾ, കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന കാലങ്ങൾ, ആളുകൾ കയറിയിറങ്ങി അവരുടെ വീട് തിരയുമ്പോൾ. അവസാനം അവരുടെ കുടുംബം ജർമ്മനിയിലേക്ക് അഭയാർത്ഥികളായി വന്നു. അവിടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ അവൾ വളർന്നു. മെഷീൻ ഗണ്ണുകളിൽ നിന്നും ഗ്രനേഡുകളിൽ നിന്നും അകന്ന ഒരു ലോകത്തിൽ. പക്ഷേ കുഞ്ഞുകാലത്തിൻ്റെ അനുഭവങ്ങൾ അവളെ വിട്ടുപോയിരുന്നില്ല. അവ എന്നും
പേടി സ്വപ്നങ്ങളായി അവളെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും രാത്രി ഉറങ്ങുമ്പോൾ ഈ പേടി സ്വപ്നങ്ങൾ അവളെ വേട്ടയാടി. അങ്ങനെയിരിക്കെ ജർമ്മനിയിൽ വെച്ച് തന്നെ നമ്മുടെ അമ്മയെ മേധിനി കണ്ടു. പിന്നീട് അമൃതപുരി ആശ്രമത്തിലേക്ക് താമസം മാറി. പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാതെ ഈ ചീത്ത സ്വപ്നങ്ങൾ അവളെ വിട്ടുപോയി. ഇതാണ് മേധിനി എന്നോട് പറഞ്ഞത്. ഞാൻ ഈ പേടി സ്വപ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളോളം കഴിഞ്ഞു. അവ ഉളവാക്കുന്ന ഭയത്തിനു മുന്നിൽ ഞാൻ നിസ്സഹായായിരുന്നു. പക്ഷേ അത്ഭുതമെന്നേ പറയാനുള്ളൂ. ഞാൻ ദിവസവും അർച്ചന ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പേടി സ്വപ്നങ്ങൾ മുഴുവനും എന്നെ വിട്ടുപോയി. ലളിത സഹസ്രനാമ അർച്ചനയിലൂടെ എനിക്ക് ഒരു വലിയ ബലം കിട്ടി. ആ ഭയാനകമായ ഓർമ്മകളിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു ഉപകരണം. പ്രാർത്ഥനയിൽ നമ്മൾ ചിലവാക്കുന്ന സമയം നഷ്ടമല്ല. നമ്മൾ ആ ദിവ്യ ചൈതന്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നന്മയുടെ നലതരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടും. അമ്മ പറയും, ഈശ്വരനിൽ ശരണാഗതി അടയൂ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. ഇതാണ് ഈശ്വര നിശ്ചയം. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം നിറയും. ഹനുമാന്റെ ഹൃദയത്തിൻ്റെ ആകാംക്ഷ അകറ്റിയ ആ ചന്ദ്രരശ്മികളെ പോലെ. പ്രാർത്ഥന നമ്മളെ സ്വയം വൃത്തിയാക്കുന്നതിനാണ്. നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ സ്വയം വൃത്തിയാക്കി ഉള്ളിലെ ഈശ്വരനെ തെളിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരേ നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.